മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ കർഷകർ നേരിടുന്ന പന്നിശല്യത്തിന് പരിഹാരം കാണുന്നതിനായി പ്രസിഡന്റ് ലിസി സാബുവിൻ്റെ നേതൃത്വത്തിൽ 19-ാം വാർഡിലെ പാതിരിയിൽ പഞ്ചായത്തിലെ ലൈസൻസ് തോക്കുള്ള ഷൂട്ടർമാർക്ക് തിരുവമ്പാടിയിൽ നിന്നും വന്ന തങ്കച്ചൻ്റെ നേതൃത്വത്തിലുള്ള റോയി ബിജു എന്നിവർ പരിശീലനം നൽകി. വൈസ് പ്രസിഡന്റ് ഷിനു കച്ചറിയിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുനീർ ആച്ചിക്കുളത്ത്, മെമ്പർമാരായ സജി ജോർജ്, ലിബിൻ ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും നമ്മൾ ഈ പാതിരി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പന്നി ഇറങ്ങുന്ന ഒരു സ്ഥലം എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇതിവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താഴെ നിന്ന് വന്നവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ പന്നിയെ വെടിവെക്കുന്ന ആ പരിപാടികളിലേക്ക് നിങ്ങളത് കൂടുതലൊന്ന് മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തില് പന്നിയെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കൊടുത്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊടുത്തു കഴിഞ്ഞു. പന്നിയെ വെടിവെച്ച് പോകുന്ന ഒരു സംഘമാണ് നമുക്കിന്ന് നമ്മുടെ ഷൂട്ടർമാർക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തമാശ ആയിട്ടല്ല, വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആയതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇവരെ തിരുവമ്പാടിയിൽ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തി നമ്മുടെ ഷൂട്ടർമാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് ഇന്ന് തുടങ്ങുന്ന ഈ സംരംഭം 19 വാർഡുകളിൽ ഇത് തീർച്ചയായിട്ടും നടത്തും. ഏകദേശം കാട്ടുപന്നികളെ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നശിപ്പിച്ച് ഇവിടെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കിഫ എന്ന് കേട്ടിട്ടുണ്ടാവും. കിഫയുടെ ഒരു കോർഡിനേറ്ററാണ് നമ്മുടെ റോയി ചേട്ടൻ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ലൈസൻസ് ഉള്ളവർക്ക് കേട്ടിട്ടുണ്ടാവും, ഒരാഴ്ച മുന്നേ പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടാവും. ഈ ക്ലബില് പോലെ ഈ വിദ്യാഭ്യാസത്തിനും ഈ പഠിക്കുന്ന ഷൂട്ടേഴ്സ് ക്ലബിൽ പഠിക്കുന്നതിന് വേണ്ടി ലൈസൻസ് കൊടുത്ത് അവരോട് തോക്കെടുത്ത് പന്നീനെ വെടിവെക്കരുത് എന്ന് സർക്കാർ ഒരു പുതിയ ഓർഡർ ഇട്ടിരുന്നു. അതിനൊരു പ്രതിഷേധ സൂചകമായി കിഫ തൽക്കാലം നായാട്ട് ഞങ്ങൾ നിർത്തിവെച്ചു. ഈ നായാട്ട് നടത്താൻ ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൻ്റെ സൈഡിൽ നടത്താൻ തീരുമാനിച്ച അന്നാണ് ഈ ഓർഡർ വന്നത്. അപ്പം അവിടെ മലപ്പുറംകാരെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും വണ്ടിയും സൗകര്യവും എല്ലാം ഏർപ്പാടാക്കി തന്നു. അന്ന് ഞങ്ങൾ ഏതായാലും അത് പോയി നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് നടത്തരുതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. നമ്മളിപ്പോൾ പോകുന്നു. അപ്പോൾ ഇവർ പടക്കം മേടിക്കുക. അപ്പോൾ 6-7 പേര് കാട്ടി കയറാൻ ആളുണ്ടെന്ന് പറഞ്ഞു. അവരെ ആ കാട്ടിൽ കയറുന്നതിന് മുന്നമായിട്ട് ഈ 7-8 തോക്കുണ്ട്. ആ 8 തോക്ക് നിൽക്കുന്ന സ്ഥലവും ഞങ്ങൾ കാണിച്ചു തരാം. അവരെ നിർത്തുക. ഈ 7 പേര് കാട്ടിൽ കയറുന്നു, പടക്കം പൊട്ടിക്കുന്നു. അവർ പടക്കം പൊട്ടിച്ച് എന്തായാലും മന്തി പുറത്തു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് അവിടെയൊക്കെ വരുമായിരുന്നു. അതും പട്ടിങ്ങട്ട് ഞങ്ങൾ കയറ്റി വിടുന്നത്. പന്നി പുറത്ത് ചാടുന്നു. നമ്മൾ പൊട്ടിക്കാൻ പറ്റുന്നവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഷൂട്ട് ചെയ്യാം. മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ വന്യമൃഗ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഏറ്റവും വലിയ പ്രശ്നം കാട്ടുപന്നിയെ കൊണ്ടുള്ള ആക്രമണമാണ്. റോഡിലൂടെ നടന്നു പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല, ബൈക്ക് യാത്രക്കാരെ കാട്ടുപന്നി ഇടിച്ച് താഴെയിടുന്നു, ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് കാട്ടുപന്നിയുടെ ആക്രമണം മൂലം ഈ ഗ്രാമപഞ്ചായത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വൈൽഡ് ലൈഫ് അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നിയെ കൊല്ലാനുള്ള ഉത്തരവ് ഇട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ തുടക്കം കുറിച്ചു. പക്ഷേ ഒരു ദിവസമാണ് നമ്മൾ അന്ന് ചെയ്തത്. നമുക്ക് പഞ്ചായത്തിൽ 12 ഷൂട്ടർമാർക്ക് അതിനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് എങ്ങനെ ഇതിനെ പിടിക്കാം, പകലെങ്ങനെ പന്നിയെ പിടിക്കാം എന്നുള്ള ആ ഒരു കോച്ചിങ് നമുക്കിന്ന് കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം നമ്മുടെ 12 ഷൂട്ടർമാരുടെ കൂടെ തിരുവമ്പാടിയിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിട്ടുള്ള ഒരു ടീം ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവര് ഇന്ന് നമ്മുടെ 12 ഷൂട്ടർമാർക്ക് ഇന്നൊരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ തുടങ്ങിയാണ്. ഇന്ന് ഇവിടെ 19-ാം വാർഡ് പാതിരിയിലാണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇന്നിവിടെ തുടങ്ങിയ ഈ ഒരു സംരംഭം നമുക്ക് 19 വാർഡുകളിലും വ്യാപിപ്പിച്ചുകൊണ്ട് ഈ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാട്ടുപന്നികളെ പരമാവധി നശിപ്പിച്ച് ജനങ്ങളുടെ സ്വത്തിനും ജീവന് സംരക്ഷണം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു കാര്യത്തിനായിട്ട് തിരിച്ചിട്ടുള്ളത്. ഗ്രൂപ്പായിട്ട് ഇതുപോലെ ഒരു
കാട്ടുപന്നി വേട്ട നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിന്നൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 1-ാം ദിവസം ഞങ്ങളിന്ന് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്ഥലത്ത് തുറന്ന് ഞങ്ങൾ ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞ് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ഈ മുഴുവൻ വാർഡുകളിലും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഏറ്റവും അടുത്ത ദിവസം മുതൽ അത് ആരംഭിക്കുകയും ചെയ്യും. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.